നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിലും മുത്തശ്ശനെ അടിക്കുകയൊക്കെ ചെയ്ത് തന്നെ ഭയങ്കര സങ്കടത്തിൽ നയനയുടെ അടുത്തൊക്കെ ആ വിഷമമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നയന എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. മുത്തശ്ശൻ പറഞ്ഞ ഓരോ വാക്കുകളും ഇടിമിന്നൽ പോലെ എനിക്ക് മനസ്സിലുണ്ടെന്നൊക്കെ ഇങ്ങനെ ആദർശാണെങ്കിലും സങ്കടത്തോടെ നമ്മൾ നയനയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ പിറ്റേ ദിവസം കാണിക്കുന്ന ആദർശം അവിടെ നിന്ന് വീട് വിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദർശം പോകുന്ന കണ്ടിട്ടാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിലും ദേവയാനിയാണെങ്കിലൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആദർശമാണെങ്കിൽ വണ്ടിയിൽ കയറി പോയിട്ടാണെങ്കിൽ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നയനയും തിരിച്ച് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ സങ്കടത്തിലിരുന്ന് പോയിരുന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയന റൂമിലൊക്കെ പോയിരുന്ന് കരയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മളെ മോളിരുന്ന് കരയുന്ന കണ്ടില്ലേ, മോളെ സങ്കടം കണ്ടില്ലേ, ആദർശനെ തിരിച്ച് വിളിക്കാനൊക്കെ ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നതൊന്നുമില്ല. മുത്തശ്ശനാണെങ്കിൽ അവിടെ നിന്നൊക്കെ എണീറ്റൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജലജയ്ക്കും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. കാര്യം അവർ ആഗ്രഹിച്ച ആദർശം അവിടെ നിന്ന് അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെ ആദർശം പോയല്ലോ. അപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുക. ഇനി മുത്തശ്ശനായിട്ട് ആദർശനെ പറഞ്ഞു വിട്ടാണോന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.